Hi friends, welcome back to Asha's Creations. Kappa Biriyani ഇന്നത്തെ റെസിപ്പി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കപ്പ നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 2 കിലോ കപ്പയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് കുക്കർ മൂടി അടച്ച് വെച്ച് സ്റ്റൗവിൽ വയ്ക്കാം. എന്നിട്ട് 2-3 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് വേവുന്ന കപ്പയാണെങ്കിൽ 2 വിസിലിൻ്റെ ഉള്ളിൽ തന്നെ കപ്പ കുക്കായി കിട്ടും. അതുപോലെ കുക്കറിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഇവിടെ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ കപ്പയിൽ കൂടുതലായിട്ടുള്ള വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ ഇനി അടുത്തത് ബീഫ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ലപോലെ കഴുകി വെള്ളം വാലാൻ വച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വെള്ളം വാലാൻ വയ്ക്കണം. ഇനി ഞാനിതൊരു കുക്കറിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചെടുക്കണം. അതിനായി 10 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി, 2 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചതച്ചെടുത്തത് ഈ ഇറച്ചിയിലിട്ട് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1.5 കിലോ ബീഫിനാണ് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല കൂടി പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രായമായവരൊക്കെയുള്ള വീടുകളാണെങ്കിൽ കൂടുതലും അവർക്ക് നെഞ്ചരിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനി ഇത് 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആദ്യത്തെ 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എയറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ഓരോ ഇറച്ചിക്കനുസരിച്ചും ഇതിൻ്റെ വേവിലൊക്കെ വ്യത്യാസം വരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂടുതൽ ഭാഗം ഇറച്ചിയും കുറച്ച് എല്ലും കുറച്ച് കരളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ ഇറച്ചി മാത്രം അല്ലെങ്കിൽ എല്ല് മാത്രം ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഇറച്ചിയിലേക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം വേണം കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഉടഞ്ഞു കിട്ടാനായിട്ട് ഈ കടകോൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ചില ആളുകൾക്ക് ഇതിങ്ങനെ ഒരുപാട് ഉടഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് സാധാരണ പോലെ നമ്മുടെ തവി കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ നല്ല വെന്ത കപ്പയായതുകൊണ്ട് അല്ലാതെ തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടുന്നുണ്ട്. 1 കിലോ കപ്പയ്ക്ക് 750 ഗ്രാം ബീഫ് എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 2 കിലോ കപ്പയ്ക്ക് 1.5 കിലോ ബീഫ്.
ഇനി ഇതിലേക്ക് ഒരു 5-6 പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി, തികച്ചും ഓപ്ഷണലാണത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുണ്ടാക്കുന്നത്. അതുപോലെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റായിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇതിന് കപ്പ ഇറച്ചി എന്നാണ് പറയാറ്. ഇനി ഇത് കുറച്ച് മല്ലിയിലയും അതുപോലെ കൊത്തി എരിഞ്ഞ് കുറച്ച് സവോളയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്